ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണിത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഈത്തപ്പഴം പൊരിച്ചതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാരയാണ്, പിന്നെ കുറച്ച് റവ, പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. പിന്നെ വേണ്ടത് നമ്മുടെ മെയിൻ ഐറ്റം ഈത്തപ്പഴം ഞാനിവിടെ കുരു കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈത്തപ്പഴത്തിലോട്ടേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഷേപ്പിൽ പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ബോളാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ഞാനിവിടെ പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ബോൾ ഷേപ്പിലാക്കിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തിട്ട് റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് പരത്തിയെടുക്കാം. അങ്ങനെ ഞാൻ ഇവിടെ ബാക്കിയുള്ളതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് മൈദമാവിൽ ഒന്ന് മുക്കിയിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അപ്പോൾ നമുക്ക് മൈദമാവ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു നുള്ളു ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ഏലക്കായ്പ്പൊടി ഇടുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അധികം ലൂസാകാനും പാടില്ല, അധികം ടൈറ്റ് ആകാനും പാടില്ല. ആ ഒരു പരുവത്തിലുള്ള മാവ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ മാവ് തയ്യാറാക്കിനി. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ഒരു നുള്ളു മഞ്ഞളോടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കളറിന് വേണ്ടിയിട്ട് മഞ്ഞളോടി ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി ചൂടാകുമ്പോൾ അതിലോട്ടേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ആ ഈത്തപ്പഴം എടുത്തിട്ട് മൈദമാവിലേക്കൊന്ന് മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ഓരോന്നായിട്ട് നമുക്കതുപോലെ ചെയ്യാം. ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ അതുമല്ല, നോമ്പിൻ്റെ സമയത്തൊക്കെ എല്ലാവരും വീട്ടിൽ ഈത്തപ്പഴം ഉണ്ടാവും. അപ്പം വേഗം തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തു മാറ്റാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഈത്തപ്പഴം പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിലെല്ലാം കറക്റ്റ് ഈത്തപ്പഴം ഇങ്ങനെ ഉണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.